കുട്ടികൾക്ക് ബോറടി മാറ്റാനായി മൊബൈൽ ഫോണോ ടി വിയോ അതുപോലത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ ഓണാക്കി കൊടുക്കാറുണ്ട് അല്ലേ. ഈ ബോറടി മാറ്റാനായി നമ്മൾ ചെയ്യുന്ന ഇത്തരം ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഓണാക്കി കൊടുക്കുന്ന ഈ ഒരു പ്രവണത കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി നശിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമോ? ബോറടിക്കുന്നത് എന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾ വന്ന് പറയുമ്പോൾ, എൻ്റെ കുട്ടി ബോറടിക്കുകയാണ്, അവന് ഒന്നുമില്ല എന്നൊക്കെ, ബോറടിക്കുന്നത് എന്തോ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ബോറടി എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണർത്താൻ, നമ്മൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ ബ്രെയിൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ബോർഡം എന്ന് പറയുന്നത്, അഥവാ ബോറടിക്കുക എന്ന് പറയുന്നത്. ലൈഫിൽ പല അച്ചീവ്മെൻറ്റ്സും ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ബോറടി സമയം മാറ്റുന്നതിന് വേണ്ടി ചെയ്തു നോക്കിയ പല കാര്യങ്ങളാണ് പിന്നീട് വളരെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, പല സ്ത്രീ സംരംഭകരൊക്കെ വീട്ടിലൊന്നും ചെയ്യാനില്ലാതെ ബോറടിക്കുന്ന സമയത്ത് ചെയ്തു നോക്കിയ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നീട് അത് വലിയ സംരംഭങ്ങളായിട്ട് വളർന്ന ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ബോറടിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യം, ഒരു മോശമായ കാര്യമൊന്നുമല്ല. കുറച്ച് സമയം ബോറടിച്ചു, നമ്മുടെ കുട്ടികളെ തന്നെ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ബോറടിച്ചു, അവർ കൂടുതലും മൊബൈലാണ് ചോദിക്കുക അല്ലേ, അല്ലെങ്കിൽ ടി വി ഓണാക്കി കൊടുക്കാനാണ് പറയുക. സോ അത് രണ്ടും നമ്മൾ മെല്ലെ മെല്ലെ നല്ല രീതിയിൽ ബാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ അവരെന്ത് ചെയ്യും, അവരുടെ അറ്റൻഷൻ മറ്റു പല കാര്യങ്ങളിലേക്കും പരിസരത്തേക്കൊക്കെ തിരിയും. ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അവർ ക്രിയേറ്റീവായിട്ട് പല സാധനങ്ങളും ചെയ്തു നോക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ഇപ്പം വളരെ പ്രശസ്തമായ ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ JK റൗളിംഗ്, നമുക്കറിയാം ഹാരി പോട്ടർ പോലെയുള്ള വലിയൊരു കൃതിയൊക്കെ രചിച്ച ആളാണ്. ഇദ്ദേഹം ഈ ഹാരി പോട്ടർ എഴുതാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബോറടിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ട്രെയിനിന് കാത്തു നിൽക്കുകയാണ് അദ്ദേഹം. അപ്പം ട്രെയിൻ ഓൾറെഡി ലേറ്റാണ്. അങ്ങനെ ട്രെയിൻ ലേറ്റ് ആയപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെറുതെ കുത്തിയിരുന്ന്, പിന്നെ ട്രെയിനിൽ കയറി യാത്രയൊക്കെ വൈകി. അപ്പോൾ ആ ഒരു ബോറടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹാരി പോട്ടർ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നതും പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെ ഒരു നോവലാക്കി എഴുതാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. സോ ഇങ്ങനെ ഈ നേരെ മറിച്ച് അത്തരം സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലെഷർ ആക്ടിവിറ്റിയിലേക്ക് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ പിന്നെന്താവും, മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ബ്രെയിൻ വീണ്ടും ഡൗൺ ആയി നമ്മൾ ആ ഒരു സുഖലോലുപരായിട്ട് അങ്ങനെ ആ സമയം അങ്ങോട്ട് കഴിഞ്ഞു പോകും. സോ കുട്ടികളെ ഒരിക്കലും അവർക്ക് ബോറടിക്കും എന്ന് പേടിച്ചിട്ട് നമ്മൾ അവരുടെ ബോറടി മാറ്റാനുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് സമയം അവർ ബോറടിക്കട്ടെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തിരിയും. ഇപ്പോൾ അലക്സ് ട്യൂ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, അദ്ദേഹം പിന്നെ ഇതുപോലെ ഒരു ബോറടി സമയത്ത്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ചേരണം, അതിനൊക്കെ വലിയ പൈസ വരും. അപ്പം പിന്നെ ആ സ്കൂൾ സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണെങ്കിൽ 20 വയസ്സോ 21 വയസ്സോ എങ്ങാണ്ടായിട്ടുള്ളൂ, യൂണിവേഴ്സിറ്റിയിൽ ചേരാനുള്ള ക്യാഷ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം പല ഐഡിയകളും ആലോചിച്ച് അവസാനം അദ്ദേഹം എത്തിപ്പെടുന്നത് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. ആ വെബ്സൈറ്റ് വളരെ വ്യത്യസ്തമായ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ഉപയോഗിച്ചാണ് അദ്ദേഹം ആ വെബ്സൈറ്റ് ചെയ്യുന്നത്. ആ $1 മില്യൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഹോം പേജ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കാണുന്ന അദ്ദേഹം ആ വെബ്സൈറ്റിലൂടെ വിൽക്കുന്നത് എന്താ വെച്ചാൽ പിക്സൽസ് ആണ്. പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ക്യാമറയൊക്കെ പറയാറില്ലേ, ഇത്ര മെഗാ പിക്സലാണ് എന്നൊക്കെ പറയില്ലേ. പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു പിക്ചറിൻ്റെ ഏറ്റവും ചെറിയ ആ ഒരു കള്ളി. ഈ പിക്ചർ നമ്മളിങ്ങനെ എൻലാർജ് ചെയ്ത് പോയാൽ അത് ചെറിയ ഇങ്ങനെ സ്ക്വയറുകൾ കൂട്ടിച്ചേർത്തിട്ടാണല്ലോ പിക്ചർ ഉണ്ടായിരിക്കാം. സോ അതിലുള്ള ഒരു കള്ളിക്കാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. സോ എത്രത്തോളം ഒരു ചിത്രത്തിൽ എത്രത്തോളം പിക്സൽസ് കൂടുതലുണ്ടോ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആ ചിത്രത്തിന്, അത് നിങ്ങൾക്ക് അറിയാവും. സോ അദ്ദേഹം വിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലെ സ്പേസിൻ്റെ ഓരോ പിക്സൽസ് ആണ് അദ്ദേഹം വിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് സ്ഥാപനങ്ങളുടെ ലിങ്കുകളാണ് ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ഉണ്ടായിരിക്കുക. അത് നമ്മൾ നോക്കുമ്പോൾ ഒരു വളരെ ചെറിയ ഇതിലാണ് എൻലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥാപനങ്ങളുടെ ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് പോകും. സോ മറ്റുള്ള ആളുകളുടെ വെബ്സൈറ്റുകളെല്ലാം കൂടി ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്പേസ് ഒരു ലിങ്ക് പിന്നെ എക്സിസ്റ്റ് ചെയ്യാൻ എത്ര പിക്സൽസ് യൂസ് ചെയ്തോ ആ ഒരു പിക്സലിന് $1 വെച്ച് ചാർജ് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ബാക്കി വെബ്സൈറ്റുകളുടെയൊക്കെ
ലിങ്കുകൾ ഇതിലിങ്ങനെ ഇതുപോലെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തു. സോ അത് നോക്കുമ്പോൾ ഒന്നിച്ചൊരു പിക്ചറാണെന്ന് തോന്നും, പക്ഷേ അത് എൻലാർജ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ലിങ്ക്സ് ആയിരിക്കും. സോ ആ ലിങ്ക്സ് വഴി അവരുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ ഐഡിയ ഇദ്ദേഹത്തിന് കിട്ടിയത് ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടിയത് കൊണ്ടാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കുട്ടികൾ കുറച്ച് സമയം ബോറടിക്കട്ടെ, അവർ കുറച്ച് സമയം ഒന്നും ചെയ്യാനില്ലാതെ അവരുടേതായ ഒരു ലോകത്തിരിക്കട്ടെ. അപ്പോൾ അവർക്ക് വരുന്ന ചില ആശയങ്ങൾ അവരുടെ ലൈഫിനെ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കും. സോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്